ഹലോ, അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെ എല്ലാവരും വീഡിയോ കാണാൻ റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ 10 മിനിറ്റ്, ചിലപ്പോൾ 8 മിനിറ്റ്, 10 മിനിറ്റ്, 13 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ഇന്ന് ഏതായാലും വെട്ടിച്ചുരുക്കി ഒരു 10 മിനിറ്റ് ആക്കി എടുത്തുക്കണേ. കൂടുതലായിട്ടൊന്നും ബോറടിപ്പിച്ചണില്ല. പിന്നെ വീഡിയോ ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കാം. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2-3 മിനിറ്റോ ഒക്കെ നേരം കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ. കുറേ ദിവസമായിക്കണം ചപ്പാത്തി ചുട്ടിട്ട്. അപ്പോൾ നമ്മൾ മിന്നൂട്ടി പറയൽ തുടങ്ങിയിരിക്കണ ഈ ചപ്പാത്തി ചൂടല്ലമ്മാന്ന്. ഓക്ക് ചപ്പാത്തി ചൂടാണെങ്കിൽ അതിക്ക് മീൻചാറ് വേണം. മീൻചാറ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മീൻകാരൻ കാക്കാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും മീൻ കജ്ജും. അല്ലെങ്കിലോ മീൻകാരൻ കാക്ക വരുമ്പോഴേക്കാരം നമ്മൾ കുളിച്ചണത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ഈ സഹിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി നമുക്ക് മീൻ കിട്ടുമ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കി തരണ്ട്. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് മീൻചാറൊന്നുമില്ല എന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ അങ്ങനെ ചൂടുന്നുണ്ട്. അപ്പോൾ ഇന്നൊക്കെ ഏതായാലും നമ്മളെ ചപ്പാത്തിയൊക്കെ നല്ല ഉസാറായിട്ട് പൊള്ളച്ച് വന്നിക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തി ചൂടിനീൻ്റെ ഇടയിൽ നമ്മളെ ചകിരി കൊണ്ടുവന്ന് വെച്ചൊക്കെ കഴിഞ്ഞിക്കണേ. അപ്പോൾ പിന്നെ അതൊന്ന് നമുക്ക് കുറച്ച് ചാക്കിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ കുറേ ഒന്നുമല്ല, കുറച്ചീച്ച കൊണ്ടുവന്ന് വെക്കലാണേ. അപ്പോൾ ചെറിയൊരു കുട്ടിച്ചാക്കുണ്ട് നമുക്ക് ഈ ചകിരി കൊണ്ടുവന്ന് വെക്കാൻ. അപ്പോൾ ഞാൻ അതിക്ക് ഇടുകയാണ് കേട്ടോ. പിന്നെ ആ ചകിരിൻ്റെ ചാക്കിൽ കജ്ജിടുമ്പോൾ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. വല്ല പാമ്പുകളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. ഏതായാലും നോക്കി കണ്ടൊക്കെ അങ്ങനെ എടുത്ത് ഒരു കുട്ടിച്ചാക്കിൽ ഞാൻ കുറച്ച് ചകിരിയൊക്കെ കൊണ്ടുപോയി വെച്ചു. അപ്പം ചപ്പാത്തി ചുട്ടാൽ പോരല്ലോ, അതിക്കൊരു ചാറും വേണ്ടേ, എന്തെങ്കിലുമൊക്കെ പാരണ്ടേ ഒരു വെള്ളം. അപ്പം റബ്ബേ കടലയും വെള്ളത്തിലിടാൻ മറന്ന് കേങ്ങ് നോക്കുമ്പോൾ കേങ്ങും കഴിഞ്ഞ്. പിന്നെ റബ്ബേ ഞാൻ എന്താ ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് തലയും മാന്തി ഇങ്ങനെ നിന്നപ്പോഴാണ് മനസ്സിലൊരു ലഡു പൊട്ടിയത് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മളെ കാക്കാൻ്റെ കുട്ടി ഇവിടെ വന്നീനി. അപ്പം ഞാൻ ഓളോട് ചെത്ത ചായക്ക് കടി, അപ്പം പറഞ്ഞ് ചപ്പാത്തിയാണ് എന്ന് പറഞ്ഞു. അപ്പം എന്തേ ചാറ് ചോദിച്ച്. തേങ്ങാച്ചാറ് ഇനി പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമോ ചോദിച്ചു. അപ്പോൾ ഓൾ പറഞ്ഞു അത് ഇമ്മച്ചിക്ക് വിളിച്ചറിയില്ല പറഞ്ഞു. അപ്പം ഞാൻ എന്താട്ടി ഫോൺ എടുത്തിട്ട് അപ്പം തന്നെ വിളിച്ച് ചോദിച്ചിട്ടാ രാവിലെ. ഇപ്പോഴാണ് കേട്ടോ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. എന്താണ് എങ്ങനെയാണ് ഈ തേങ്ങാച്ചാറ് ഉണ്ടാക്കാൻ അപ്പച്ചി പറഞ്ഞെന്നിങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ഒരു മുറി തേങ്ങ ഉണ്ടെങ്കിലല്ലോ നല്ല അടിപൊളിയായിട്ടില്ലേ. നമുക്ക് കോഴിച്ചാറൊന്നും ഇല്ലാതെ ഒരു കോഴിച്ചാറ് കൂട്ട മക്കളെ, നല്ല സൂപ്പർ ചാറ്. ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരും വിഷമിച്ചണ്ട, ഈ ഒരു ചാറ് ഉണ്ടാക്കി കണ്ടൊന്ന് ചപ്പാത്തിയും കൂട്ടി തിന്നോക്കാണ്. അതിൻ്റെ ഒരു ചാത് വല്ലാത്തൊരു ചാത് തന്നെയാണ് മക്കളെ. എന്ത് രസമുണ്ടെന്നറിയാം ഈ ഒരു ചാറും കൂട്ടി തിന്നാൻ. ഇത് ചപ്പാത്തിക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് പത്തിരിക്കും പറ്റും. അടിപൊളിയാണ്. പിന്നെ എന്താ കയ്യിലിട്ട് കണ്ടമാനം തപ്പിത്തരേണ്ട, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കോഴിച്ചാറിൻ്റെ രസം ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വെക്കാന്നല്ലേ, ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ പാർന്ന് തേങ്ങയും ജീരുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് നല്ലോണം ഒന്ന് ചുമക്കനെ വറുത്തിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് 2 ഏലക്കായ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും പാർന്നിട്ട് നമുക്ക് അണ്ടെടുക്കുക. നല്ലോണം വള്ളം കളി ആക്കണ്ട കേട്ടോ. നല്ല സൂപ്പറായിട്ടില്ല നമ്മളെ കോഴിച്ചാറല്ലാത്ത ഇറച്ചിച്ചാറല്ലാത്ത തേങ്ങാച്ചാറ് റെഡി. അപ്പം നമ്മളെ മക്കൾക്ക് ചിലപ്പോൾ വലിയ പുറുസത്തുണ്ടാവില്ല. അപ്പം ഞാൻ എന്താട്ടിന്നറിയോ, ഓരോന്ന് പറ്റിച്ചാനും വേണ്ടി മുട്ടക്കറിയാണെന്ന് അറിയാനും വേണ്ടി ഞാൻ എന്താട്ടി ഒരു മുട്ട ഉണ്ടായിനി ഫ്രിഡ്ജിൽ. ആ മുട്ട എടുത്തിട്ട് ഉപ്പ് മാത്രം ഇട്ട് കണ്ടാണ്ട് പൊരിച്ചെടുത്തു. ഇഞ്ഞിട്ട് ഞാൻ എന്താട്ടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു. ഇപ്പം എന്തായി മുട്ടച്ചാറായില്ലേ. അല്ലെങ്കിൽ ചോദിച്ചു ഇതെന്തൊരു ചാറമ്മാ ചോദിച്ചു. ഓർക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കോഴിച്ചാറ് വേണം, അല്ലെങ്കിൽ മീൻചാറ് വേണം, അല്ലെങ്കിൽ ഇറച്ചിച്ചാറ് വേണം. ഇതിലേതെങ്കിലും ഒന്നും വേണം. അപ്പോൾ അതിലൊക്കെ ഒരു പെട്ടൊരു ചാറ് തന്നെയാണ് നമ്മളെ മുട്ടച്ചാറ്. ഇതിപ്പോൾ ഞാൻ മുട്ടച്ചാറാക്കിട്ടോ, അത് തേങ്ങാച്ചാറാണ്. നല്ല സൂപ്പർ തേങ്ങാച്ചാറ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണ്ടി, ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. ഈ ഒരു ചാറ് സൂപ്പർ ചാറാണ്. പിന്നെ അധികം ആരും തപ്പിത്തരയാൻ നിൽക്കണ്ട, കയ്യിലിട്ട് കാണ്ടും മുണ്ടിട്ട് അരിച്ചാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ഞാൻ അരിച്ചണ പോലാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പൊരിച്ച് കാണ്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പം അങ്ങനെ ചപ്പാത്തിയായി ചാറുമായി. അങ്ങനെ ചോറ്റിനില്ല തണിയും തീമിട്ട് ചെറുക്കന് കൊണ്ടുപോകണമല്ലോ. അപ്പം ഇന്ന് രസം പിടിയത്തെ അരിയല്ല കേട്ടോ, ഇന്ന് കുറച്ച് വേഗമില്ല അരി തന്നെയാണ് ഇട്ടിക്കണത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ചോറ് ഇട്ടിക്കണേ. അപ്പം അങ്ങനെ അരിയൊക്കെ ഇട്ട് നമ്മൾ എന്താട്ടി പാത്രം മോറാൻ
പോവുകയാണ്. അപ്പോൾ തിരിച്ചൊക്കെ ഒന്നും കൂടി നല്ലോണം ഒന്ന് കത്തിച്ച് വെക്കുകയാണ്. ഇത് വേഗം എറിഞ്ഞ പേടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിരിച്ചാണ് കത്തിച്ച് കൊടുത്താൽ മതി. അപ്പോഴാണ് നമ്മളെ കുട്ടി എന്ന് കണ്ടറിഞ്ഞ് ഇമ്മച്ചി 9 മണിയാകുമ്പോഴത്തേന് പോകണം, വണ്ടി ഒന്നാക്കാൻ പോകണ്ടേ, ചോറ് മേ ആക്കിയാണ്. നമ്മളെന്താട്ടി ഒരു 4 അരി എടുത്ത് കണ്ട് വേഗം കുക്കറിലിട്ട് നമ്മളെ രസം പേടിയത്തെ വേഗം വേഗണ അരിയിട്ട. പിന്നെ ഇന്നലെ എടുത്ത് വെച്ച 2 കണ്ടുണ്ടായിനല്ലോ കോഴി, അത് പൊരിച്ചാന്നാ വിചാരിച്ചു. ഇന്നിപ്പോൾ പൊരിച്ചാൻ പറ്റൂല. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഞാൻ ഓനും കൂടി കണ്ടുകാണ്ടാണ് ചോറിയും മട്ടീനെ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടാ. ഇനി നാളെ അരി ഇടുമ്പം അതും കൂടി കൂട്ടി ഇട്ടാൽ മതിയല്ലോ. അതൊക്കെ പാടെ വെച്ച് കൂട്ടിയാൽ ബാക്കി കാരണം. അപ്പോൾ അങ്ങനെ കണ്ടുകാണ്ട് വെച്ചതേനി. അപ്പോൾ അതിന് പകരം ഞാൻ ഓനില്ലത് വേഗം കുക്കറിലാക്കി. അപ്പോൾ ഒന്നും കൂടി ആ ചോറ് വേകണം. അപ്പോൾ ഞാനൊന്നും കൂടി മൂടി വെച്ചു. പിന്നെ നമ്മളെ കോഴി ഇതാക്കണം, ഞാൻ പൊരിച്ചാന്ന് വിചാരിച്ചായിരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ഓന് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ചാറ് പിന്നെയും വേറെ ഉണ്ടാക്കണ്ട, അതിനൊന്നും നേരമല്ല. അപ്പം ഞാൻ അതെന്താട്ടിന്ന് അറിയാം, ഒരു തുള്ളി വെള്ളത്തിൽ വേഗമാണ് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അതങ്ങനെ കൊണ്ടുപോകും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം നമ്മളെ കോഴി സാധാ വെക്കണ മാതിരി തന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മസാല കൂട്ടിക്കാണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാനതിക്ക് കോഴി ഇട്ടു. അതുതന്നെയാണ് നമ്മളെ കോഴിച്ചാറ്. അപ്പോൾ കോഴി വരട്ടിയതിട്ടാം തുള്ളി വെള്ളത്തിൽ വെക്കുക. എന്നാൽ പിന്നെ ഓനത് തൊട്ട് നാമച്ചിട്ട് ചോറൊക്കെ വെച്ചോളും. നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് താളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഞാൻ. അപ്പോൾ ആ ചോറ് വെന്തിക്കണം കേട്ടോ. അത് ഞാൻ കൊട്ടക്കയിലേക്ക് ഊറ്റി വെച്ചിക്കണ്. അപ്പോൾ അതിനുമ്മ ചോറാക്കി പറഞ്ഞാണ്ട് ബേജാറൂട്ടൽ തുടങ്ങിയിരിക്കണേ. അപ്പോൾ ഞാൻ എന്താട്ടി ഓനല്ല ചോറ് വേഗം അടിപ്പാത്രത്തിൽ ആക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ പെട്ടെന്ന് നമ്മളെ രസം പിടിത്ത അരിയൊക്കെ ഉണ്ടിച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആക്കാൻ പറ്റിയൊരു അരിയാണിത് കേട്ടോ. വേഗം ചോറായി. ഒരൊറ്റ 2-3 വിസിൽ ഞാൻ നിൽക്കാതെ അടിച്ച് അങ്ങനെയാണ് വെന്തത്. അല്ലെങ്കിൽ ഞാൻ വിസിൽ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഓഫാക്കിയിട്ട് വെക്കൂട്ടോ നമ്മൾ ഈ റേഷൻ പിടിത്ത അരിയാണെങ്കിൽ. അപ്പം വേഗം വേഗം നല്ല അരിമണി പോലത്തെ ചോറ് ഇക്കാരം അങ്ങനെയാണ്. അപ്പോൾ അതാ ഓന് കുറച്ച് ചോറ്റിക്ക് കുറച്ച് ചാറും കുറച്ച് ഒരു 4-5 കണ്ടം കോഴിക്കണ്ടമൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഓനില്ലതാക്കിയിട്ട് ഓന് പറഞ്ഞയച്ചു കേട്ടോ. 10 മണിയാകുമ്പോഴത്തേന് കടയിലേക്ക് എത്തണ്ടേ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇടണം കരുതീനി. തേങ്ങയൊക്കെ ഇട്ട് കോഴി വെച്ചാൽ നല്ല രസമാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ചേർക്കൊക്കെ വെക്കണം എന്നാണ് വിചാരിച്ചിനി, അത് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട്. പക്ഷേ എങ്കിൽ അതിനൊന്നും പറ്റിയില്ല. അതിനോന് ഭയങ്കര ബേജാറായില്ലേ. അതൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഓൻ വന്ന് 8:45 ഓൻ പറഞ്ഞു മെച്ചി വെച്ച് നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ആക്കാനൊന്നും വെച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നാക്കി 9:10 ആകുമ്പോഴത്തേനും പോവുകയും ചെയ്തു. അങ്ങനെ അതാ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് ഇട്ടിട്ട് നമ്മൾ ആ കോഴി ഉണ്ടല്ലോ അതിക്ക് ഇട്ടെടുത്ത് നല്ല രസമാണ് കേട്ടോ. ഈ തേങ്ങാക്കൊത്തൊക്കെ കൂട്ടി ഇറച്ചി ഇങ്ങനെ തിന്നുമ്പോൾ രസമാണ്. പിന്നെ എന്താട്ടി നമ്മൾ പാത്രമൊക്കെ ഉണ്ട് ഇനി മോറാൻ, അതൊക്കെ ഒന്ന് മോറി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് അവിടെ കടന്നിഞ്ഞ് വേകട്ടെ. അപ്പോൾ ഇതിന് പാത്രം മോറി വെച്ചാൽ ആ ഒരു പണി കജ്ജുമല്ലോ. ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമല്ലല്ലോ. നമ്മൾ എടുക്കാല്ലേ നമ്മൾ തന്നെ എടുക്കണം. നേരം വെളുത്താൽ പിന്നെ ഒരു ബത്തപ്പാട മക്കളെ കജ്ജും കാലും നീട്ടി കുറച്ച് നേരം കുത്തിർക്കാനൊക്കെ പൂതിയാവും. പിന്നെ കുത്തിർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നട്ടുച്ചയാവും ചോദിച്ചു പണിയൊക്കെ കജ്ജണമെങ്കിൽ. അപ്പോൾ വിചാരിച്ചു കുത്തിർക്കണ്ടില്ലേ ഇനി, എന്നാൽ പിന്നെ വേഗം പണി കജ്ജൂലേ. പിന്നെ ഞാൻ വിചാരിച്ചു കുത്തിർന്നിട്ട് കാര്യമില്ലല്ലോ, ഇരുന്നാലും തന്നെ പിന്നെയും വേണം നമ്മൾ തന്നെ എടുക്കുക, വേറെ ആരും എടുക്കാൻ വരൂലല്ലോ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ എടുക്കും കേട്ടോ. കുറച്ച് നേരം കുത്തിർക്കാനൊക്കെ പോകുന്നില്ല. പിന്നെ വിചാരിച്ചു എല്ലാം എടുത്ത് കഴിഞ്ഞാലാണ് കുത്തിർക്കും ചെച്ചാലോ. അങ്ങനെയൊക്കെ ഏതായാലും എന്തിനു പറയണു വലിച്ചു നീട്ടി നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കണം. അങ്ങനെ ഏതായാലും ചോറൊക്കെ ഞാൻ വന്നപ്പം ഊറ്റി വെച്ചു കേട്ടോ. ഈ കൊട്ടക്കയിൽ ഊറ്റി ഇനി നമുക്ക് ചോറ് ഊറ്റിയിടാനൊരു പാത്രമാണല്ലോ, അത് കഴുകി കൊടുന്നിട്ട് ഒന്ന് വെള്ളം വറ്റിച്ച് എന്നിട്ട് പിന്നെ ഇക്കടെ ചോറ് ഊറ്റിയിടാം. അങ്ങനെയാണ് നമ്മൾ കാട്ടുന്നത്. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ചോറ് നമ്മളെ ചെമ്പട്ടി അല്ലട്ടൊരു പാത്രമാണത്, അതയ്ക്ക് ഇട്ടുകൊടുത്തിക്കാണ്. ഇനി ബാക്കിയുള്ളതും പാടെ നമുക്ക് അങ്ങനെ ഊറ്റിയെടുക്കണം. പിന്നെ കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുള്ളൂ, ഇനി അതൊക്കെ ഒന്ന് മോറിയെടുക്കണമല്ലോ. അപ്പം ഇനി ചോറ് അവിടെ അങ്ങനെ ഊറ്റിയിടുന്നുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഓരോന്ന് അങ്ങനെ കേകി നമുക്ക് നമ്മളെ കയ്യിലാറ്റത്തുമ്പോൾ വെക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചുവെല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചാറ് ഇന്ന് നമ്മൾ തക്കാളി താളിച്ചാണ് കേട്ടോ. കുറേ ദിവസമായിക്കണം തക്കാളി താളിച്ചിട്ട്. അപ്പോൾ തക്കാളി താളിപ്പോൾ കൂട്ടാൻ ഭയങ്കര പൂതി. സനു പറഞ്ഞ് ഞാൻ മുരിങ്ങ കൊണ്ടുവന്നേരമ്മ മുരിങ്ങ താളിച്ചാൽ, അത് പറഞ്ഞ് മൂപ്പരാക്ക പള്ളിക്കാണ് പോയി. പിന്നെ ഇനി ഞാൻ ആ നേരത്തെ ഇനി മുരിങ്ങ ഒടിച്ചാൻ പോകേണ്ടത്. അപ്പോൾ ഭയങ്കര മടി മുരിങ്ങ ഒടിച്ചാൻ പോകാൻ. അപ്പം ഞാൻ പിന്നെ എന്താട്ടി
ഈ തക്കാളി തന്നെ താളിച്ചിട്ടോ. തക്കാളി താളിപ്പ് രസമാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ. നമ്മൾ ഉള്ളിയൊക്കെ തൂമിച്ച് തക്കാളിയൊക്കെ തൂമിച്ച് പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പാരുമ്പം തെളി പാരരുത്. അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ഊറിക്കണം, അത് പാരണം. അപ്പോഴാ രസം. പിന്നെ ഉച്ചരിനപ്പം കണ്ടില്ല പേരും കാറ്റുമായി മക്കളെ. എന്തേനിന്നറിയോ പേരുമായ അത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ ഏതായാലും മഴ അങ്ങനെ ചോർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.